കേരള സ്റ്റോറിക്കെതിരെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ ഒരു അനുഭവം ഉണ്ടായി. വലിയ സന്തോഷം നൽകുന്നതാ. അവിടെ CSI പള്ളി ഈദ്ഗാഹിന് വേണ്ടി വിട്ടുകൊടുത്തു. CSI പള്ളി ജോയ് എന്ന് പറയുന്ന അവിടുത്തെ ഫാദർ ഈദ്ഗാഹിന് വേണ്ടി പള്ളി അങ്ങ് വിട്ടുകൊടുത്തു. അത് ചെറിയ വാർത്ത ഇവിടെയൊക്കെ വന്നു. അതാണ് യഥാർത്ഥത്തിൽ ട്രൂ കേരള സ്റ്റോറി. അതാണ് മലപ്പുറം. അങ്ങനെ ആ CSI പള്ളിയുടെ അങ്കണം ഈ പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹ് നിർമ്മിക്കാൻ വിട്ടുകൊടുത്ത ഒരു നാടാണ് ഈ നാട്. ആ നാടിനകത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം RSSന്റെ അജണ്ടകളെ കൃത്യമായി വിലയിരുത്താൻ അറിയാം. ആ വിലയിരുത്തൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും അവർ വിലയിരുത്തുക. ലീഗിന്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കാണ്. അവിടെ ET മുഹമ്മദ് ബഷീർ സ്വദേശത്ത് മത്സരിക്കുന്നു എന്നൊരു അഡ്വാൻറ്റേജ് ആ ഘട്ടത്തിലുണ്ട്. അപ്പോൾ ET മുഹമ്മദ് ബഷീറിനെ പോലെ വളരെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് വന്ന് മത്സരിക്കുമ്പോൾ ലീഗിന്റെ കോട്ടയിൽ അത്ര എളുപ്പത്തിലൊരു വിള്ളലുണ്ടാക്കുക പോസിബിൾ ആണോ? അല്ല, അതിലും ഉണ്ട്. ഏതൊരാളായാലും ഇപ്പം ഞാനായാലും തുടർച്ചയായി ഇങ്ങനെ ജനപ്രതിനിധിയായി നിൽക്കുന്നു, പിന്നെ ഒരേ പൊസിഷനിലിരിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാനൊരു യുവജന നേതാവ് കൂടി ആയതുകൊണ്ട് തന്നെ പറയാം, 1 2 അല്ലെങ്കിൽ 3 പോട്ടെ 4 ഒക്കെ എന്ന് നമ്മൾ പറയുമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മുസ്ലിം ലീഗിനും ഇല്ല, കോൺഗ്രസിനും ഒന്നുമില്ല. പുതിയ ആളുകൾ വരണം. എന്നും ഒരു പരിണിതപ്രജ്ഞൻ എന്നുള്ള അവസ്ഥയിൽ തന്നെ അല്ലല്ലോ ഇരിക്കുന്നത്. പുതിയ ആളുകളൊക്കെ ഒരു അവസരമൊക്കെ വരട്ടെ. ഞാൻ ചിലരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് മണ്ഡലത്തിൽ മാറ്റങ്ങൾ വരണം, പഴയ മലപ്പുറമായി ഇനി ഇതിരിക്കാൻ പാടില്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പദ്ധതി മുന്നോട്ടുണ്ടാവുമോ വസീഫിനെ സംബന്ധിച്ച്? തീർച്ചയായും ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ഇങ്ങനെയാണ് മാറേണ്ടത്. അതെ, അതില് പിന്നെ ഒരു ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മാറണം എന്നുള്ളതാണ്. മലപ്പുറത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു അറിയാം. കാൽപന്ത് കളിയുടെ കേന്ദ്രം ഇത്. നമ്മളന്ന് സംസാരിച്ച അതൊക്കെ കാൽപന്ത്, പ്രത്യേകിച്ച് സെവൻസ് ഫുട്ബോളിൻ്റെ ഈറ്റിലാണ് ഇത്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് നിരവധി കളിക്കാരെ സംഭാവന ചെയ്ത നാടായത്. ആ അർത്ഥത്തിൽ ഇവിടെ പക്ഷേ ഏത് കൊച്ചുകുട്ടികളായാലും കോച്ചിങ് ക്യാമ്പൊന്നും പോയി നമ്മൾ നഗരപ്രദേശങ്ങളിലുള്ളതുപോലെ അവർ വരുന്നതല്ല. അവരുടെ സ്കില്ലിൽ അവർ വളർന്നു വരുന്നതാണ്. ആ കുട്ടികളുടെ അടുത്തേക്ക് ഈ കായിക താല്പര്യങ്ങൾ വളർത്തുന്ന തരത്തിലേക്ക്, അവരുടെ സ്കില്ല് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ചെറിയ ഇടപെടൽ, ഒരു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കയറി വരും. മഞ്ചേരി പോലെ തന്നെ കൊണ്ടോട്ടിക്കും അല്ലെങ്കിൽ പറയുന്ന മലപ്പുറത്തെ പല ഭാഗങ്ങളിൽ സ്പോർട്സ് ഹബ്ബുകൾക്കുള്ള സാധ്യത. അതെ, സ്പോർട്സ് ഹബ്ബുകൾക്ക് സാധ്യതയുണ്ട്. ഈ മണ്ഡലം ആകെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു അക്കാദമി, എന്നിട്ട് സ്പെഷ്യലൈസ്ഡ്, നമ്മളിപ്പോൾ CK വിനീതൊക്കെ നിങ്ങൾ കണ്ടു കാണും. വലിയൊരു ഉദ്യമത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഉൾപ്രദേശത്തുള്ള അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഒരു പരിപാടികൾക്കാണ് അവർ നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ CK വിനീതൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. ഇങ്ങനത്തെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കും. ഇങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, എന്നാൽ സാമ്പത്തികം പിന്നോക്കം മാത്രമല്ല, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുട്ബോൾ വലിയ താല്പര്യമുള്ളതായിരിക്കും. പരീക്ഷയുടെ തലേന്ന് പോയും നമ്മൾ എന്ത് ചെയ്യും, ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് പോയിട്ട് ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കും. അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഉമ്മ വന്നിട്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. SSLC പരീക്ഷയുടെ ഒരു 3 ദിവസം മുമ്പോ ഒക്കെ ഉള്ളൊരു അനുഭവം എൻ്റെ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ കളിക്കൊന്നും അത്ര പ്രാധാന്യം കൊടുക്കില്ല, ബൂട്ട് വാങ്ങി കൊടുക്കില്ല, അന്നത്തെ ഒരു അവസ്ഥ ഞാൻ പറയുന്നത്. ക്യാഷ് ഉണ്ടെങ്കിലും പ്രാധാന്യം എന്തിനായിരിക്കും? പഠനത്തിനായിരിക്കും. ഇന്ന് നഗരപ്രദേശങ്ങളിലും മറ്റ് ചിലയിടങ്ങളിലൊക്കെ അതുണ്ട്. പക്ഷേ എല്ലാ കേന്ദ്രങ്ങളിലും, അതായത് മലപ്പുറം ആകെ ഒരു ഫുട്ബോൾ കേന്ദ്രമാക്കി മാറ്റണം എന്നൊരു ആഗ്രഹം എനിക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് മലപ്പുറത്തെ യുവ വോട്ടർമാരോട് വസീഫ് പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ET മുഹമ്മദ് ബഷീർ, സമദാനി, ഈ 2 നേതാക്കൾക്കിടയിലേക്കാണ് വസീഫ് വന്ന് വീഴുന്നത്. അവിടെ വലിയ രീതിയിലുള്ള പ്രചരണം ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട സിംഗിൾ പോയിന്റിലെ പ്രചരണം എന്താണ്? ഫസ്റ്റ് പോയിന്റ് മണ്ഡലത്തിൻ്റെ വികസനമാണോ? ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കേണ്ടതിന് പ്രാധാന്യമാണ്? അല്ല, ഈ ദേശീയ രാഷ്ട്രീയം എന്തൊക്കെ പറഞ്ഞാലും വളരെ പ്രധാനം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടിൽ ഒരു അവ്യക്തതയും ഒരാൾക്കും ഉണ്ടാകില്ല. അതിപ്പോൾ പൗരത്വത്തിൽ കണ്ടില്ല, നിങ്ങൾ പ്രകടന പത്രികയിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ജനമാകെ മനസ്സിലാക്കി. അതോടൊപ്പം ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ജനങ്ങളോടൊപ്പം നിൽക്കുക, അവർക്കിടയിൽ അവരിൽ ഒരാളായി ഈ നാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ നാടിനോട് പറയാനുള്ളത്. അവർക്ക് സമീപിക്കാൻ പറ്റുന്ന, ഒരിക്കൽ കൂടി പറയുന്നു, അവർക്ക് സമീപിക്കാൻ പറ്റുന്ന, ഇടപെടാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെയുള്ള ഒരു ജനപ്രതിനിധി ആവാൻ തന്നെയാണ് എൻ്റെ ശ്രമം. ഓക്കെ, താങ്ക് യു വസീഫ്. എനിക്ക് തോന്നുന്നു ഒരു പഞ്ചായത്ത് അംഗത്തെ പോലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നൊരു ഉറപ്പാണ് വസീഫ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് കൊടുക്കുന്നത്. മണ്ഡലം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണെങ്കിലും പൊളിഞ്ഞു വീണ ചരിത്രമുണ്ട്. 2004 തന്നെ TK ഹംസയുടെ കാര്യത്തിൽ അറിയാം. അതേ
അതേപോലെ വസീഫിനും അപ്രതീക്ഷിതമായ അടിയൊഴുക്കുകളിലൂടെ 2004 ആവർത്തിക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് വസീഫ്. ഓക്കെ, മലപ്പുറം മാറട്ടെ, മനുഷ്യർ മാറട്ടെ. കുതിര ക്ഷീണിച്ചാലും നമ്മൾ ക്ഷീണിക്കൂല. നിങ്ങൾ പഴയ പടക്കുതിരയല്ലേ. പക്ഷെ ഈ ചൂട് എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. ചൂട് ആണ്, പിന്നെ അത് ജനങ്ങളുടെ ഒരു സ്നേഹത്തിൽ ആണ്, ആ ചൂടങ്ങ് അലിഞ്ഞു തീരും. അതെ, ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു കുളിർമയുണ്ട് എന്നാണ്. അപ്പോൾ താങ്ക് യു വസീഫ് ചേർന്നതിന്. അപ്പം ഉഷാറായ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുക, തെരഞ്ഞെടുപ്പിൽ വെള്ളം കുടിക്കാതിരിക്കട്ടെ. ഓക്കെ.